ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്നത് പോലെ വാട്സപ്പിൻ്റെ പുതിയ നയം അവർ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അതിനെതിരെയുള്ള വളരെയധികം പ്രക്ഷോഭങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയകളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയും തുടർന്ന് വാട്സപ്പ് ഉപയോഗിക്കണമോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഇതിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് തങ്ങളുടെ നയം എന്ത് ചെയ്യണം, അത് മാറ്റണം. അങ്ങനെ നയം മാറ്റിയെന്നും പറഞ്ഞുകൊണ്ട് പുതിയ വാർത്തകൾ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് സത്യമാണോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റുകളൊന്നും വന്നിട്ടില്ല. അപ്പം ഇങ്ങനെ വാട്സപ്പ് ഇനി ആരും ഉപയോഗിക്കത്തില്ലെന്നാണ് കൂടുതൽ ആൾക്കാരും പറയുന്നത്. വാട്സപ്പിനെ ഉപേക്ഷിക്കുമെന്ന് പറയുന്ന ആൾക്കാർ അവർ റെക്കമെൻഡ് ചെയ്യുന്ന 2 ആപ്ലിക്കേഷൻസാണ് സിഗ്നൽ, ടെലഗ്രാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് പറയുന്നത് വാട്സപ്പ്, സിഗ്നൽ, ടെലഗ്രാം ഈ 3 ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്കതിൻ്റെ എല്ലാ ഫീച്ചറുകളും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിനുള്ളിൽ നമ്മളുടെ വ്യക്തിഗതമായിട്ടുള്ള എന്തൊക്കെ ഓപ്ഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ പെർമിഷൻസ് ഈ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ഒരു ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ഫോണിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇപ്പോൾ ഈ ഫോൺ സ്ക്രീനിൽ ഏറ്റവും മുകളിലായിട്ട് വാട്സപ്പ്, സിഗ്നൽ, ടെലഗ്രാം 3 ആപ്ലിക്കേഷനും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മളുടെ ഫോണിൻ്റെ സെറ്റിങ്സും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 ആപ്ലിക്കേഷനും ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് കിട്ടാനായിട്ട് എൻ്റെ പേഴ്സണൽ ഫോണിനുള്ളിലെ ഏതൊക്കെ ഓപ്ഷൻസാണ് ഇവ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് സെറ്റിങ്സിലേക്ക് വരിക. സെറ്റിങ്സിനുള്ളിൽ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇതിനുള്ളിൽ വീണ്ടും ആപ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇത് എൻ്റെ ഫോണിനകത്തെ ഓപ്ഷൻസാണ് ഞാനിപ്പോൾ കാണിച്ചത്. നിങ്ങൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന ഓരോ കമ്പനിയുടെ ഫോൺ മാറുന്നതനുസരിച്ച് ഈ ആപ്ലിക്കേഷൻ കിടക്കുന്ന ഓപ്ഷൻ മാറുമായിരിക്കും കേട്ടോ. അപ്പം നിങ്ങളുടെ ടോട്ടൽ ആപ്ലിക്കേഷൻ കിടക്കുന്നത് എവിടെയാണെന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യമായിട്ട് വാട്സപ്പ് തന്നെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. വാട്സപ്പ് ഇങ്ങനെ എടുത്തു കഴിയുമ്പോഴേക്കും ഇതിനകത്ത് പെർമിഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ വാട്സപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോണിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളിലേക്ക് ആക്സസ് കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആക്സസ് കൊടുത്തിരിക്കുന്നതാണ് അലൗഡ് എന്ന് കാണിച്ചിരിക്കുന്നതും ആക്സസ് കൊടുക്കാത്തതാണ് ഡിനൈഡ് എന്ന് കാണിച്ചിരിക്കുന്നതും. ക്യാമറയ്ക്ക് അലൗഡാണ്, അതായത് ഞാൻ വീഡിയോ കോളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ വീഡിയോ കോൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വാട്സപ്പിലൂടെയുള്ള ക്യാമറ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു പിക്ചറൊക്കെ എടുത്ത് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്യാനായിട്ടാണെങ്കിലും ക്യാമറയ്ക്ക് പെർമിഷൻ കൊടുക്കണം. കോണ്ടാക്ട്സ്, വാട്സപ്പിലൂടെ നമ്മളുടെ ഫോൺ കോണ്ടാക്റ്റിലുള്ള മറ്റൊരാൾക്ക് നമുക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ കോണ്ടാക്ട്സിനുള്ള പെർമിഷൻ കൊടുക്കണം. മൈക്രോഫോൺ, ഒരു ഓഡിയോ മെസ്സേജ് നമുക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓഡിയോ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈക്രോഫോണിലോട്ടുള്ള പെർമിഷൻ നമുക്ക് കൊടുക്കണം. സ്റ്റോറേജ്, നമ്മളുടെ ഫോണിലുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ വേറെ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് നമുക്ക് ഇടണമെന്നുണ്ടെങ്കിൽ സ്റ്റോറേജിലോട്ടുള്ള പെർമിഷൻ കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതിനകത്ത് കൊടുത്തുപയോഗിക്കുന്നത്. ഇത് കൂടാതെ തന്നെ വാട്സപ്പിൻ്റെ മറ്റ് ചില ഫീച്ചറുകൾ വർക്ക് ചെയ്യാനായിട്ട് കോൾ ലോഗ്, ലൊക്കേഷന്, SMS, ടെലഫോണ് ഇത്രയും കാര്യങ്ങളിലേക്കും നമുക്ക് പെർമിഷൻ കൊടുത്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ വാട്സപ്പിൻ്റെ കേസിൽ ഇതെല്ലാം ഓപ്ഷണലാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി, നമ്മുടെ റിസ്കിൽ കൊടുത്താൽ മതി. വാട്സപ്പ് അതിന് നിർബന്ധമൊന്നും പിടിക്കുന്നില്ല. ഇതാണ് വാട്സപ്പിൻ്റെ കേസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ടെലഗ്രാം ഒന്ന് പരിശോധിക്കാം. ടെലഗ്രാം സെർച്ച് ചെയ്യുന്നു, പെർമിഷൻസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. അലോ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കോൾ ലോഗ്, ക്യാമറ, കോണ്ടാക്റ്റ്, സ്റ്റോറേജ്, ടെലഫോൺ ഇത്രയും കാര്യങ്ങൾ പല സമയങ്ങളിലായിട്ട് ടെലഗ്രാം നമ്മളുടെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. കോൾ ലോഗൊക്കെ ടെലഗ്രാം പെർമിഷൻ ഡിഫോൾട്ടായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. വാട്സപ്പിനകത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതിയായിരുന്നു. ലൊക്കേഷനും മൈക്രോഫോണും ഇവിടെ ഡിനൈഡാണ്. ഒരു വോയിസ് കോളൊക്കെ അയക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ മൈക്രോഫോണും അവിടെ ആക്റ്റീവ് ആകുന്നതാണ്. അപ്പോൾ വാട്സപ്പിനകത്ത് എന്തൊക്കെ പെർമിഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടോ ആ സെയിം പെർമിഷൻസ് തന്നെ ടെലഗ്രാമും വാങ്ങിക്കുന്നുണ്ട്. വാട്സപ്പിനേക്കാളും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ടെലഗ്രാം. അതുകൊണ്ട് തന്നെ വാട്സപ്പിനകത്ത് നമ്മൾ കൊടുക്കുന്ന പെർമിഷൻസിനേക്കാളും കൂടുതൽ പെർമിഷൻസ് ടെലഗ്രാം ചോദിക്കുന്നുണ്ട്. അടുത്തതായിട്ട് സിഗ്നൽ ഒന്ന് പരിശോധിച്ച് നോക്കാം. സിഗ്നൽ ആപ്ലിക്കേഷൻ എടുക്കുന്നു, പെർമിഷൻസ് എടുക്കുന്നു.
സിഗ്നൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളോട് ചോദിക്കുന്ന പെർമിഷൻസ് ക്യാമറ, കോണ്ടാക്റ്റ്, മൈക്രോഫോൺ, സ്റ്റോറേജ്, ടെലഫോൺ ഇവിടെ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം സിഗ്നൽ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ലാൻഡ് ലൈൻ നമ്പർ വെച്ചിട്ടും നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഡിനൈ ചെയ്തിരിക്കുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ, ഒന്ന് കലണ്ടറും ലൊക്കേഷനും. അപ്പോൾ മറ്റ് 2 ആപ്ലിക്കേഷൻസ് ചോദിക്കാത്ത ഒരു പുതിയ പെർമിഷൻ സിഗ്നലിനകത്തുണ്ട്, കലണ്ടർ. അപ്പോൾ കലണ്ടറിൻ്റെ പെർമിഷനും കൊടുത്തെങ്കിലേ സിഗ്നൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഫീച്ചറുകൾ മുഴുവനായിട്ടും നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഈ 3 ആപ്ലിക്കേഷൻസിനെ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആപ്ലിക്കേഷൻസും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ സമാനമായിട്ടുള്ള എല്ലാ പെർമിഷൻസും എല്ലാ ആപ്ലിക്കേഷൻസിനും നമ്മൾ കൊടുക്കണം. ഇതെല്ലാം അവരുടെ സെർവറിനകത്ത് സേവും ആകുന്നുണ്ട്. ഇനി ചാറ്റിൻ്റെ കാര്യവും വീഡിയോ കോളിൻ്റെ കാര്യവും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 ആപ്ലിക്കേഷൻസിനകത്തും പല രീതിയിലാണെന്നുള്ളതേ ഉള്ളൂ. എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് സംവിധാനം ഉണ്ട്. അതായത് നമ്മൾ മെസ്സേജ് അയക്കുന്ന ആളിനും മെസ്സേജ് കിട്ടുന്ന ആളിനും അല്ലാതെ മൂന്നാമതൊരാൾ അറിയത്തില്ല എന്നുള്ള ആ ഒരു സംവിധാനം ഈ പറയുന്ന 3 ആപ്ലിക്കേഷൻസിനകത്തും നിലനിൽക്കുന്നുണ്ട്. 3 ആപ്ലിക്കേഷൻസിനകത്തെയും വളരെ വ്യക്തമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് വാട്സപ്പിനുള്ളിൽ മാത്രമേ നമുക്ക് സ്റ്റാറ്റസ് ഇടാനായിട്ട് പറ്റുള്ളൂ. ബാക്കി 2 എണ്ണത്തിലും അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ വാട്സപ്പിനുള്ളിൽ ഈ കഴിഞ്ഞ മാസം വന്നിരിക്കുന്ന പുതിയ ഫീച്ചറായിട്ടുള്ള പേയ്മെൻറ്റ്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരുമ്പം നമ്മൾ ഗൂഗിൾ പേ, പേടിഎം ഇവയൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ഒരു കാർഡിൻ്റെ ഡീറ്റെയിലും അവരുടെ സെർവറിനുള്ളിൽ സേവ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആരും തന്നെ ഇതുവരെയും ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാകത്തില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി മിക്ക ആൾക്കാരും ഗൂഗിൾ പേയും പേടിഎമ്മും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. വാട്സപ്പ് പേയ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇത്രയും കാലമായിട്ടും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇത് 3ഉം തമ്മിലുള്ള വ്യത്യാസം. ഈ 3 ആപ്ലിക്കേഷൻസും നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ അവരുടെ സെർവറിനകത്ത് സ്റ്റോർ ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 3 ആപ്ലിക്കേഷൻ്റെയും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണും. ഇനി ഇവിടെ വാട്സപ്പിന് എന്താണ് സംഭവിച്ചത്? വാട്സപ്പിന് സംഭവിച്ചത് ഇത് മാത്രമേ ഉള്ളൂ. അവരൊരു തുറന്ന് പറച്ചിൽ നടത്തി. അതായത് നിങ്ങളുടെ കാര്യങ്ങൾ ഇന്നതൊക്കെ എടുക്കും, ഇന്ന കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്നുള്ള ഒരു തുറന്ന് പറച്ചിൽ നടത്തി. അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം വാട്സപ്പ് അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഫോണിനകത്ത് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ എത്തിച്ചു കൊടുക്കുക, കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ തൊട്ട് താഴെ രേഖപ്പെടുത്തുക. ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോയും ഫോണിനകത്ത് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.